നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സെവൻ ഓഫ് സോഡ്സ് എനർജിയാണ് ഇവിടെ. ഈ ഒരു റിലേഷനിൽ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ പേടികളുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ള പേടിയുണ്ട്. ആ ഒരു പേടി അവർക്ക് പാസ്റ്റിലെ അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നാണ് കാണിക്കുന്നത്. അതായത് മുൻപ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻസിൽ നിന്നും അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഇനിയും മുന്നോട്ട് ക്രിയേറ്റഡ് ആവോ എന്നുള്ളൊരു പേടി അവരിൽ ഭയങ്കരമായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ആ ഒരു പേടി കൊണ്ടാണ് അവർ ഈ റിലേഷനിൽ ഇടയ്ക്ക് വരെയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാത്തതിന്റെ റീസൺ അതാണെന്നാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. ഈ റിലേഷനിൽ ചേഞ്ചസ് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുവരെ ഈ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് റിലേഷനിൽ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ടു ഓഫ് വാൻസ് എനർജിയാണ്. അതായത് ഇവിടെ നിങ്ങൾ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്. അതായത് ഈ റിലേഷൻ ഞാൻ ചൂസ് ചെയ്യുന്നത് ശരിയായ റിലേഷൻ തന്നെയാണോ, അതോ മുൻപ് ഉണ്ടായിട്ടുള്ള റിലേഷൻസ് പോലെ തന്നെ ഈ റിലേഷനിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ള പേടി അവർക്കുണ്ട്. ചിലപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴേ അവർക്ക് ആ ഒരു പേടി കൂടുന്നുണ്ടാവാം. അപ്പം ചെറിയൊരു അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ വരുമ്പോഴേക്കും അവർ ഗോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നുണ്ടാവാം, ഒരു ബ്ലോക്ക് ചെയ്ത് പോകുന്നുണ്ടാവാം. ഇനി ഇത് ശരിയാവില്ല, മുൻപുള്ള റിലേഷനിലെ അതേ രീതിയിലുള്ള സിറ്റുവേഷൻസ് ഇനിയും ക്രിയേറ്റഡ് ആവും, ഇനിയും അവർക്ക് വേദനിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് അവർ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. ദ മൂൺ കാർഡാണ്. അതായത് അവർ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന ഒരു പേഴ്സൺ ആണ്. അവർക്ക് നിങ്ങളോടാണെങ്കിലും ഏത് റിലേഷനെ ആണെങ്കിലും അവർ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോകുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മുൻപ് അവരുടെ ലൈഫിൽ അവർ ഇതുപോലുള്ള റിലേഷനിൽ ചിലപ്പോൾ പാസ്റ്റിൽ അവർക്ക് റിലേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു റിലേഷനിൽ അവർ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് അറ്റാച്ച്ഡ് ആയി പോയിട്ട് ഒരുപാട് വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയും ക്രിയേറ്റഡ് ആയാൽ അത് അവർക്ക് താങ്ങാൻ പറ്റില്ല. അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇഷ്യൂസ് വരുമ്പോൾ ഒക്കെ അവർക്ക് പേടിയാണ്. ഓക്കെ. ടെൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ അവരുടെ ഫാമിലിയിലായിരിക്കും കേട്ടോ അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. ശരിയായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഫാമിലി ആയിരിക്കാം. അപ്പൊ ഇവർക്കാണെങ്കിൽ ഒരുപാട് ഇമോഷണൽ കണക്ഷൻ ആ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ടി വരും. അപ്പൊ അത് കിട്ടാതാവുമ്പോൾ, ഇവർ ഒരുപാട് അങ്ങോട്ട് കൊടുത്തിട്ട് അത് കിട്ടാണ്ടാവുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ അവരുടെ ഫാമിലിയിൽ നിന്ന്, അല്ലെങ്കിൽ മുൻപുള്ള റിലേഷനിൽ നിന്ന് അവർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഇനിയും വേദനിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ വയ്യ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റിലേഷനിൽ ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായി നിൽക്കാതെ അവർ ഈ റിലേഷനിൽ മാറി നിൽക്കുകയും പിന്നെ റിലേഷനോട് തിരികെ വരികയും, ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ല. എന്നാൽ ഇത് അതായത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ആ റിലേഷൻ നിൽക്കുന്നത്, ഇത് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റുന്നില്ല. നിങ്ങളുടെ സ്നേഹം ശരി തന്നെയാണോ, ആത്മാർത്ഥമാണോ എന്നുള്ള കൺഫ്യൂഷനാണ് അവർക്കുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ബെസ്റ്റ് സെൽഫ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ വന്നതിന് ശേഷം അവർക്ക് അവരുടെ നല്ല ഒരു വേർഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും അവരുടെ നന്മകൾ, അല്ലെങ്കിൽ അവരിലുള്ള കഴിവുകളൊക്കെ നിങ്ങൾ വഴി അവർക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പ്രോമിസ് എന്ന് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകാൻ പറ്റാത്തത്. അവർക്ക് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ, അല്ലെങ്കിൽ മുൻപ് റിലേഷനിൽ നിന്ന് അവർ അനുഭവിച്ചിട്ടുള്ള പെയിന്, അതൊക്കെ വന്നാലും നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രോമിസിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഇത് വേണ്ടെന്ന് വെക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം അവരെ മുന്നോട്ട് ഈ റിലേഷൻ നിൽക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്.
ഇന്റൻസിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. അവര് ഇന്റൻസ് ആയിട്ട് തന്നെയാണ് ഈ റിലേഷനെ കാണുന്നത്, അത്രയും ആത്മാർത്ഥമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ആത്മാർത്ഥതയോടെ ഈ റിലേഷനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അവരെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നു എന്ന് ഉറപ്പ് വരാതെ അവർക്ക് ഇതിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1989, ലെറ്റർ വൈ, ലെറ്റർ എഫ്, ലെറ്റർ എ, ലെറ്റർ സി, തിരുവനന്തപുരം, 1993, തിരുവാതിര, 2000, ഇടുക്കി, പാലക്കാട്, കാർത്തിക, മലപ്പുറം, പൂരാടം, ഫെബ്രുവരി, ലെറ്റർ എസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.